കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളിയില്ലെന്ന് സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി പി മോഹനൻ. കേരള ബാങ്ക് പ്രസിഡന്റായി നിയോഗിച്ചത് വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തം. ജനപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്നും പി മോഹനൻ മീഡിയ വണിനോട് പറഞ്ഞു. കരുവന്നൂരൊക്കെ അടഞ്ഞ അധ്യായമാണ്. കരുവന്നൂർ ബാങ്കൊക്കെ അതിൻ്റെ അവസ്ഥയൊക്കെ മറികടന്നു. അത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കരുവന്നൂരെന്ന് ഇപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി കേരളമാകെ മാറുകയാണ്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിഞ്ഞ ശേഷം മോഹനൻ മാസ്റ്റർ ഇപ്പോൾ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പുതിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? പുതിയൊരു സ്ഥാനമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. ഒന്നാമത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടായ പരിശ്രമമാണ് ഈ രാജ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ എല്ലാ കാര്യങ്ങളിലും പ്രഥമ സ്ഥാനത്ത് എത്തുന്നതിന് കേരള ബാങ്കിന് സഹായിച്ചിട്ടുള്ളത്. ജീവനക്കാർ, അതുപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ എല്ലാം നൽകുന്നതിൻ്റെയും കൂട്ടായ്മയാണ് ഈ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട, ഞാൻ വയനാട്ടിലെ റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ബാങ്കിൻ്റെ വായ്പകൾ എഴുതി തള്ളുന്ന ധീരമായൊരു നിലപാടെടുത്തൊരു സ്ഥാപനമാണ് അത്. അത്തരം മനുഷ്യത്വപരമായ നിലപാടുകൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രചോദനം? കേരള ബാങ്ക് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്, കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ നടത്തിയ ഇടപെടലാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. അങ്ങനെ കേരള ബാങ്കിന് രൂപം നൽകുന്ന ഘട്ടത്തിൽ തന്നെ കേരള ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. എങ്ങനെയായിരിക്കണം കേരള ബാങ്ക്? മലയാളികളുടെ മൊത്തം ബാങ്കാണ്. ഓരോ മലയാളിയുടെയും സ്വന്തം ബാങ്കാണ് കേരള ബാങ്ക്. അപ്പോൾ ജനങ്ങളാണ്, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ, സാധാരണ അടിത്തട്ടിൽ കിടക്കുന്ന ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് കേരള ബാങ്കിൻ്റെ കരുത്ത്. എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ, ആ ജനങ്ങളുടെ ബാങ്കാണിത്. സ്വാഭാവികമായും അത്തരം ജനവിഭാഗങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക്, പ്രളയ ദുരന്തം ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ കെടുതികൾ പേറേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു ജനപക്ഷ നിലപാടിൻ്റെ ഭാഗമാണ്, ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വന്ന് ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ കേരള ബാങ്കിന് കഴിഞ്ഞു. വായ്പകൾ, ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിന് കേരള ബാങ്ക് സന്നദ്ധമായി. ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും അതിനെ അഭിനന്ദിച്ചു. മാത്രമല്ല, ഇത് രാജ്യത്തെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ് എന്ന് നീതിപീഠം ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് എത്തി. അത് ഈ സഹകരണ സ്ഥാപനങ്ങൾ ചില പ്രതിസന്ധികൾ നേരിടുന്ന പല സ്ഥലങ്ങളിലും, പിന്നെ കേന്ദ്ര നയങ്ങളും അത്തരത്തിൽ തന്നെ പ്രതിസന്ധിയാവുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക കേരള ബാങ്കിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ? ഇതിപ്പോൾ വ്യക്തിപരമായി ഏതെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ ഭരണസമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഏതാനും ആളുകളുടെ മാത്രം ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതോ അല്ല. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലയിൽ സഹകരണ പ്രസ്ഥാനത്തെ വരുതിയിലാക്കുന്നതിനും ദുർബലപ്പെടുത്താനും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹകരണം എന്നത് ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് തന്നെ സംസ്ഥാന വിഷയമാണ്. പൂർണ്ണമായി സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്, സംസ്ഥാന വിഷയമാണ്. എന്നാൽ അതിനെ തെറ്റായ നിലയിൽ ഇടപെട്ട് തകർക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിന് സഹായകരമായ നയങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ തെറ്റായ നിലയിൽ ബോധപൂർവം ചില നിയമനിർമ്മാണങ്ങൾക്ക് പരിശ്രമിക്കുന്നു. അത്തരം ചുവടുവെപ്പുകളിലൂടെ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനെയെല്ലാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലെ മൊത്തം ജനവിഭാഗങ്ങളെ ഒന്നായി അണിനിരത്തിയിട്ട് അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധവും ജനകീയ മുന്നേറ്റവുമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. കരുവന്നൂരൊക്കെ അടഞ്ഞ അധ്യായമാണ്. ഒരു തെറ്റായ ചില സംഭവിക്കാൻ പാടില്ലാത്ത ചില പിഴവുകളും അതുപോലെ തന്നെ ചില പ്രവണതകളും കരുവന്നൂർ പോലുള്ള ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട വളരെ അപൂർവം ചില സ്ഥാപനങ്ങളിൽ പ്രകടമായിരുന്നു. എന്നാൽ
കരുവണ്ണൂർ ബാങ്കൊക്കെ അതിൻ്റെ അവസ്ഥയൊക്കെ മറികടന്നു. അത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കരുവണ്ണൂരെന്ന് ഇപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. അതിൻ്റെ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും, പ്രാഥമിക വായ്പാ സംഘങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സഹകരണ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും സഹകാരികളും എല്ലാം അതീവ ജാഗ്രതയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം വലിയ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മേഖലയും കേരളത്തിലില്ല, രാജ്യത്തില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഇപ്പം കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാഷ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴും ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലെ CPM-ൻ്റെ ഒരു മുന്നേറ്റം എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ പാർട്ടിക്ക്? നിങ്ങളെന്താണ്, നിങ്ങൾ ഈ പത്രപ്രവർത്തകന്മാരാണല്ലോ, നിങ്ങൾ ഇതിൻ്റെ അനുഭവത്തിൽ എന്താണ് നിങ്ങൾക്ക് പ്രകടമാകുന്നത്, ദൃശ്യമാകുന്നത്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി കേരളമാകെ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഹെഡ്ക്വാർട്ടേഴ്സുകളിലൊന്നായ കോഴിക്കോടുണ്ടാകും. നേരത്തെ ഉള്ളതിനേക്കാളും എത്രയോ ഏറെ മെച്ചപ്പെട്ട ഒരു നിലയായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രകടമാകുന്നത്. ഇപ്പോൾ 70 ഗ്രാമപഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ 7 മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഇതാണ് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഇതിൽ മഹാഭൂരിപക്ഷവും ഇന്നുള്ളതിനേക്കാളും എത്രയോ ഏറെ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിലേക്ക് വരും. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഡിസംബർ 13 എണ്ണുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി ഞാൻ പറയാം, പ്രവചനമൊന്നുമല്ല, മുൻകൂട്ടി ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ലീഗ്, കോൺഗ്രസ്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന UDF കുടിയിറക്കപ്പെടുന്ന ഒരു ഫലമായിരിക്കും ഡിസംബർ 13 കേരളം കേൾക്കാൻ പോകുന്നു. ഈ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തന വിലയിരുത്തൽ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു? ഉറപ്പായും സംസ്ഥാന ഗവൺമെൻറ് സംബന്ധിച്ച് എന്ത് വിമർശനമാണ് ഇപ്പോൾ ആർക്കാണ് പറയാനുള്ളത്? കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രഖ്യാപനം, കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3,34,00,000 അതിൽ 1/3 വരുന്ന ജനവിഭാഗങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭ്യമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ലഭ്യമായി തുടങ്ങി. ഇതിൻ്റെയെല്ലാം ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർ, ഇന്നലെ വരെ ഇടതുപക്ഷത്തെ അറപ്പോടെ വെറുപ്പോടെ അകലെ നിന്ന് നോക്കിക്കണ്ടവരുൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ജീവിതാനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവരാണ് ഞങ്ങളുടെ കരുത്ത്. അവരിടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. തീർച്ചയായും കേരള ബാങ്കിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ CPM പോലൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച പാരമ്പര്യത്തിൽ നിന്നാണ് മോഹൻ മാഷ് വരുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് കേരള ബാങ്കിനെ നയിക്കാൻ മാഷ് മുന്നോട്ട് പോകുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണക്കൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.